കുഞ്ഞൂസിനെ അനുനയിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് കേട്ടോ. ഞാൻ എവിടേക്കോ പോകാനുള്ള പരിപാടിയൊന്നും മനസ്സിലായതുകൊണ്ട് കുറച്ച് വഴക്കിലായിരുന്നു. പക്ഷെ അവളുടെ ഫേവറേറ്റ് ഫുഡ് എടുത്തുകൊണ്ട് അവൾ അധികം നേരം പിടിച്ചു നിന്നില്ല കേട്ടോ. പിന്നെ നേരെ ഞാൻ ഗുരുവായൂർ പോകാനുള്ള പരിപാടികളൊക്കെ സെറ്റാക്കി. ഇത്തവണ പോകുമ്പോൾ 2 കാര്യങ്ങൾ ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ സെയിലിൻ്റെ ഫണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലുള്ളൊരു സെറ്റുമുണ്ട്. അവിടുത്തെ ഒരു അമ്മയ്ക്ക് കൊടുക്കാമെന്നും കൂടി മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ഗുരുവായൂർക്ക് പോണത്. ഏകദേശം ഒരു 4:45 കൂടി ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് സ്പെഷ്യൽ ദർശനം വഴിയിട്ടായിരുന്നു നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കണ്ട ഒരു അമ്മയ്ക്ക് ഞാൻ മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോട് കൂടിയിട്ട് ആ മുണ്ട് കൊടുത്തു. ശേഷം ഞങ്ങൾ നേരെ പാൽപ്പായസ കൗണ്ടറിൽ പോയപ്പോൾ പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, 2 ബോട്ടിൽ പാൽപ്പായസം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അമ്മയ്ക്ക് നല്ലൊരു മസാല ദോശയും വടയും അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു പാൽപ്പായസം മൂന്തി കേട്ടോ. പാൽപ്പായസം കയ്യിൽ വെച്ചിട്ട് എങ്ങനെ അധികം നേരം നിൽക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ മുക്കാലും തീർത്തിട്ടാണ് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും എന്നെ ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അടുത്ത പരിപാടിയിലേക്ക് കടന്നത് തന്നെ.